ഇപ്പോൾ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പക്ഷെ അവരുടെ ബൂത്തുകളൊക്കെ സജീവമായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മത്സരത്തിൻ്റെ ഒരു പ്രതീതി വെച്ച് നോക്കുമ്പോൾ UDF LDF മത്സരത്തിനാണ് സാധ്യത. 100 വരെ കിട്ടുന്നുള്ളതിൽ ഒരു മാറ്റവും വരുത്തേണ്ട സാഹചര്യമില്ല. അതെ, തരംഗ ആളുകളുടെ ഒരു മനോഭാവം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ആഗ്രഹം. ഞാൻ പറയാം, മറ്റേ ഈ SIR മുമ്പും വോട്ടിംഗ് ശതമാനത്തിൽ പലയിടത്തും ചിലയിടത്തൊക്കെ ക്യൂകൾ ഉണ്ടായിരുന്നെങ്കിലും തലസ്ഥാന നഗരിയിൽ അതാരും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ക്യൂ. ഞാൻ 2011 മത്സരിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ടിംഗ് ശതമാനം അവിടെയിരുന്നു. അന്ന് 70-ലേക്ക് എത്തിയിട്ടില്ല, 65 സംതിങ് ആയിരുന്നു. പക്ഷേ SIR ശേഷം SIR തന്നെ പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല. ജീവിച്ചിരിക്കുന്നവരുടെ വോട്ടൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ജീവിച്ചിരിപ്പില്ലാത്തവരുടെ വോട്ടും അതിൻ്റെ അകത്ത് കയറിയിട്ടൊക്കെ. എങ്കിലും അത് ഭരണമാറ്റത്തിൻ്റെ സൂചന തന്നെയാണ്. ഇത്രയും ആവേശത്തോടെ ജനങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തു. വട്ടിയൂർക്കാവിൽ ഒരു അട്ടിമറി ഉണ്ടായിട്ടില്ല. കാരണം വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എനിക്ക് വിശ്വാസമുണ്ട്. അവരെ എനിക്കും അറിയാം, എനിക്ക് അവരെ അറിയാം. വട്ടിയൂർക്കാവിലെ ജനങ്ങളിലാണ് എൻ്റെ പൂർണ്ണ പ്രതീക്ഷ. വോട്ടിങ്ങിൽ അതൊന്നും ഞങ്ങൾക്കെതിരായിട്ടൊന്നും വന്നിട്ടില്ല. കാരണം ജനങ്ങൾ എന്നെ പൂർണ്ണ വിശ്വാസം എടുത്തതുകൊണ്ട് അങ്ങനെ ഒരു അട്ടിമറി നീക്കം എവിടെയും ഫലിച്ചിട്ടില്ല. ആ വിശ്വാസം എനിക്ക് ഇന്നുകൊണ്ട്, അടുത്ത 4-ാം തീയതി കഴിഞ്ഞാലും ഉണ്ടാവും. അല്ല, അത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. BJP കേരളത്തിന് പുറത്ത് ആ സമുദായത്തിനോട് അവർ വെച്ച് വളർത്തിയിട്ടുള്ള നിലപാട് കേരളത്തിനും അവർ കാണിച്ചു എന്ന് മാത്രം. ഞാൻ പറയാം, വോട്ട് കിട്ടാത്തതിന് ഒരിക്കലും സമുദായങ്ങളെ കുറ്റം പറയരുത്. സമുദായങ്ങളുടെ വോട്ട് ചില സന്ദർഭത്തിൽ ലഭിക്കും, ചിലപ്പോൾ ലഭിച്ചില്ലാതെ വരും. ഞങ്ങൾക്കും ചില തെരഞ്ഞെടുപ്പിലൊക്കെ ചില സമുദായങ്ങളുടെ വോട്ട് ലഭിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെയൊക്കെ അങ്ങ് തള്ളി പറയലാണോ? എല്ലാ സഭകളുടെയും വോട്ട് ഇത്തവണ UDFനുണ്ട്. ന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഏകീകരണം ഇത്തവണ കേരളത്തിൽ UDF അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ ഒരു വർഷത്തെ തുടങ്ങിയിട്ടുണ്ട്. കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. വട്ടിയൂർക്കാവിൽ അട്ടിമറി ഉണ്ടാവില്ല എന്ന ശുഭപ്രതീക്ഷ കൂടി കെ മുരളീധരൻ പങ്കുവയ്ക്കുന്നു.